യുവാക്കൾ നടത്തിയ ബന്ദിപ്പൂ കൃഷിയിൽ 100 മേനി വിളവ്. ഉദയനാപുരത്ത് കാട് പിടിച്ചു കിടന്ന പുരയിടം വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കിയാണ് 14-അംഗ സംഘം പൂക്കൃഷിയിൽ വൻ നേട്ടം കൈവരിച്ചത്. ഇടകലർന്നു നിൽക്കുന്ന ചുവപ്പ്, മഞ്ഞ, വെള്ള ബന്ദിപ്പൂക്കൾ ഉള്ളം കുളിർപ്പിക്കുന്ന ദൃശ്യാനുഭവമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത്. സിവിൽ എഞ്ചിനീയർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, ഇന്റീരിയർ ഡിസൈനർ, ഇലക്ട്രീഷ്യൻ, ഡ്രൈവർമാർ, ബേക്കറി, പന്തൽ ഡെക്കറേഷൻ തൊഴിലാളികൾ തുടങ്ങിയവർ ഉൾപ്പെട്ട 14-അംഗ സംഘം വല്ലകം യുവകൃഷിക്കൂട്ടമാണ് പൂക്കൃഷിയിൽ വൻ നേട്ടം കൈവരിച്ചത്. വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും പ്രയോജനപ്രദമായ എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമാണ് യുവാക്കളെ കൃഷിയോടടുപ്പിച്ചത്. DRDOയിൽ സയന്റിസ്റ്റായ വല്ലകം വല്യായത്ത് മനയിൽ ഡോക്ടർ ഹരികൃഷ്ണനും സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥനായ സഹോദരൻ ഗോപികൃഷ്ണനും തങ്ങളുടെ വീട്ടുവളപ്പിനോട് ചേർന്ന പുരയിടങ്ങൾ യുവാക്കൾക്ക് ഏറെ സന്തോഷത്തോടെ വിട്ടു നൽകുകയായിരുന്നു. 1 ഏക്കറോളം വരുന്ന പുരയിടത്തിൽ യുവാക്കൾ നട്ട 2000 ചുവട് ബന്ദിച്ചെടികളിൽ പൂവിരിഞ്ഞതോടെ പൂപ്പാടത്ത് കുട്ടികളും യുവതിയുവാക്കളും എത്തി സെൽഫി എടുക്കാൻ തിരക്കുകൂട്ടുകയാണ്. ഇടകലർന്നു നിൽക്കുന്ന ചുമപ്പ്, മഞ്ഞ, വെള്ള ബന്ദിപ്പൂക്കൾ ഉള്ളം കുളിർപ്പിക്കുന്ന ദൃശ്യാനുഭവമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത്. ക്ഷേത്രങ്ങൾ, സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയയിടങ്ങളിൽ നിന്ന് ഓർഡർ ലഭിക്കുന്നതിനാൽ മിതമായ നിരക്കിൽ നാട്ടിൻ പുറത്ത് തന്നെ പൂക്കൾ വിറ്റഴിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് യുവാക്കൾ. പൂക്കൃഷിക്ക് പുറമെ വെണ്ട, തക്കാളി, വഴുതന, പച്ചമുളക്, ഞാലിപ്പൂവൻ വാഴ, കുളങ്ങളിൽ വരാൽ, കാരി, ഗിഫ്റ്റ് തിലോപ്പിയ തുടങ്ങിയവയും കൃഷി ചെയ്തിട്ടുണ്ട്. പൂക്കൃഷി വിളവെടുപ്പിന് ശേഷം ചീരകൃഷി വ്യാപകമായി ചെയ്യാനാണ് യുവാക്കളുടെ തീരുമാനമെന്ന് യുവകൃഷിക്കൂട്ടം പ്രസിഡന്റ് ആദിബ് ഉദയൻ, സെക്രട്ടറി സുജിത് ഉല്ലാസ്, ട്രഷറർ CR രൂപേഷ് തുടങ്ങിയവർ പറഞ്ഞു. സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ കൃഷി ആരംഭിച്ചത്. അതിനോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിറവ് പദ്ധതി, വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിറവ് പദ്ധതിയുടെ ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ പൂക്കൃഷി ആരംഭിച്ചത്. ഇവരെല്ലാവരും തന്നെ, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് കിട്ടുന്ന വൈകുന്നേരങ്ങളിലും രാവിലെ ഒരു 6 മണി മുതൽ 8 മണി വരെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഇവർ എല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി ജോലികൾ ചെയ്ത് ഇത്ര മനോഹരമായ ഒരു പൂന്തോട്ടം നിർമ്മിക്കുവാൻ സാധിച്ചത്. ഇതിനോടൊപ്പം തന്നെ പച്ചക്കറികളും ഉണ്ട്, കൂടാതെ വാഴ കൃഷിയും ചെയ്തു വരുന്നു. യുവാക്കളുടെ കൃഷിക്ക് പിൻബലമേകി ഉദയനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് CP അനൂപ്, കൃഷി ഓഫീസർ AR അഷിത, കൃഷി അസിസ്റ്റന്റ് സുധീർ, വൈക്കം ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ ബിനു ചന്ദ്രൻ തുടങ്ങിയവരും ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, വൈക്കം. സെപ്റ്റംബർ 7 മുതൽ ഇറമ്പത്തിയറ ഫർണിച്ചറിന്റെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നു. സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെടുന്ന ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ കസ്റ്റമൈസ്ഡ് ഫർണിച്ചറുകൾ, ഇന്റീരിയർ വർക്ക്സ് തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇനി നേരിട്ട് സ്വന്തമാക്കാം. അതും ഗ്യാരണ്ടിയോടെ. ഇറമ്പത്തിയറ ഫർണിച്ചർ ഇനി മുതൽ കൂത്താട്ടുകുളത്തും.